നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. MG സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. MG സർവകലാശാല നാളെ ജൂൺ 28 നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഒന്നാം സെമസ്റ്റർ MA സിറിയക്, രണ്ടാം സെമസ്റ്റർ MA, MSc, MCom, MSW, MA JMC, MTTM, MHM, ML IBSc, 2023 അഡ്മിഷൻ റെഗുലർ, 2022 അഡ്മിഷൻ ഇംപ്രൂവ്മെന്റ്, 2020 മുതൽ 2022 വരെ അഡ്മിഷനുകൾ റീഅപ്പിയറൻസ് പരീക്ഷകളാണ് മാറ്റിവെച്ചത്. ഒന്നാം സെമസ്റ്റർ MA സിറിയക് പരീക്ഷ ജൂലൈ 8 മറ്റു പരീക്ഷകൾ ജൂലൈ 18 നടക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് കൈയൊഴിഞ്ഞു. നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നീതി തേടി കേന്ദ്രത്തിന് കത്തയച്ച് KC. പ്രവാസി മലയാളി നമ്പി രാജേഷിന്റെ മരണത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കാൻ വ്യോമയാന മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ കത്തയച്ചു. കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡുവിനാണ് കത്ത് നൽകിയത്. കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം നൽകാൻ മന്ത്രി ഇടപെടണമെന്നുമാണ് കത്തിലെ ആവശ്യം. രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ നമ്പി രാജേഷിനെ ശുശ്രൂഷിക്കാൻ ഭാര്യയ്ക്ക് വിദേശത്തേക്ക് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാരുടെ സമരം കാരണം സാധിച്ചിരുന്നില്ല. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയതാണ് യാത്ര മുടങ്ങാൻ കാരണം. എന്നാൽ ഇതിന് നഷ്ടപരിഹാരം നൽകാൻ എയർ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ KC വേണുഗോപാൽ ഇടപെട്ടത്. ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ നൽകുന്നത് ജൂൺ മാസത്തെ തുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുകയാണ് അനുവദിച്ചത്. 900 കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. ജൂൺ മാസത്തെ പെൻഷനാണ് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. അതാത് മാസത്തെ പെൻഷൻ നൽകുമെന്ന് സംസ്ഥാന ബജറ്റിൽ പറഞ്ഞിരുന്നു. ജൂൺ മാസത്തെ തുക നൽകിയാലും ഇനി 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യൂസർ ഡെവലപ്മെന്റ് ഫീ ഇനത്തിൽ വൻ വർധന. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യൂസർ ഡെവലപ്മെന്റ് ഫീ ഇനത്തിൽ വൻ വർധന. ജൂലൈ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ആഭ്യന്തര യാത്രക്കാർ 770 രൂപയും വിദേശ യാത്രികർ 1540 രൂപയും യൂസർ ഫീ ആയി നൽകണം. അടുത്ത വർഷങ്ങളിലും യൂസർ ഫീ കുത്തനെ ഉയരും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രകൾക്ക് ഇനി ചിലവേറും. ആഭ്യന്തര യാത്രകൾക്കുള്ള 506 രൂപ യൂസർ ഫീ ആണ് 770 ഉയരുന്നത്. വിദേശ യാത്രികർക്കുള്ള യൂസർ ഫീ 1069 നിന്നും 1540 ആയി. ട്യൂഷൻ കഴിഞ്ഞ് വരുന്നതിനിടെ മതിലിടിഞ്ഞു വീണു. 14കാരൻ മരിച്ചു. ആലപ്പുഴ ആറാട്ടുവഴിയിൽ വിദ്യാർത്ഥി മതിലിടിഞ്ഞു വീണ് മരിച്ചു. അന്തയ്ക്ക് പറമ്പിൽ വീട്ടിൽ അലിയുടെ മകൻ അൽ ഫയാസ് ആണ് മരിച്ചത്. ആലപ്പുഴ രജ്നത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൽ ഫയാസ്. ട്യൂഷൻ കഴിഞ്ഞു വരുന്നതിനിടെ വീടിന്റെ സമീപം വെച്ച് അയൽപ്പക്കത്തെ മതിലിടിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. പ്രചരണം വസ്തുതാപരമല്ല. വിശദീകരണവുമായി സ്പീക്കറുടെ ഓഫീസ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെന്ന് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞെന്ന പ്രചരണം വസ്തുതാപരമല്ലെന്ന് സ്പീക്കറുടെ ഓഫീസ് പറഞ്ഞു. വിഷയം സബ്മിഷനായി പരിഗണിക്കാമെന്നാണ് സ്പീക്കർ പറഞ്ഞതെന്ന് സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു. അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് മാത്രമാണ് വ്യക്തമാക്കിയത്.
PP കേസ് പ്രതികൾക്ക് മാത്രമായി ശിക്ഷയിളവ് നൽകാനുള്ള നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു തീരുമാനം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. പലയിടങ്ങളിലും മരം വീണും മണ്ണിടിഞ്ഞും അപകടം. രാത്രി യാത്രയ്ക്ക് നിരോധനം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. വിവിധയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി. ശക്തമായ മഴയിൽ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം വീടിന്റെ മൺഭിത്തി തകർന്നു. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിന് മുൻപിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപൊത്തി. തിരുവനന്തപുരം ജില്ലയിൽ മൈനിംഗ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവും നിരോധിച്ചു. പത്തനംതിട്ട അരിഞ്ഞിലാമൻ കുറുമ്പൻമുഴി കോസ്വേ മുങ്ങിയതോടെ 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. ശക്തമായ മഴ. 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. പെരുമ്പാവൂരിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുപ്പമ്പടി പോലീസ് അന്വേഷണം തുടങ്ങി. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഓടക്കാലിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓടക്കാലി പുളിയാമ്പള്ളി മുകൾ നെടുമ്പുറത്ത് വീട്ടിൽ വിഷ്ണുവിന്റെ ഭാര്യ ചാന്ദിനിയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു പ്രായം. ചാന്ദിനി ഒരു സ്വകാര്യ മൈക്രോ ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്നും പണം വായ്പ എടുത്തിരുന്നുവെന്നാണ് വിവരം. ഇതിന്റെ ഗഡുക്കൾ അടയ്ക്കേണ്ട ദിവസമായിരുന്നു ബുധനാഴ്ച. ഇതിൽ കുടിശ്ശികയും ഉണ്ടായിരുന്നു. ഫൈനാൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരിൽ ചിലർ ബുധനാഴ്ച ഇവരുടെ വീട്ടിൽ വന്നതായി ബന്ധുക്കളിൽ ചിലർ പറയുന്നുണ്ട്. കുറുപ്പമ്പടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.